നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കേരളത്തിലെ കലാപങ്ങളെ കുറിച്ചാണ്. കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട 4 കലാപങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെ കലാപങ്ങളാണെന്ന് നോക്കാം. പുന്നപ്ര വയലാർ സമരം, കരിവെള്ളൂർ സമരം, കുട്ടംകുളം സമരം, തോൽവിറക് സമരം, ഇങ്ങനെ 4 കലാപങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ആദ്യമേ പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച് നോക്കാം. എന്തിനു വേണ്ടിയായിരുന്നു പുന്നപ്ര വയലാർ സമരം നടന്നത്? സ്വതന്ത്ര തിരുവിതാംകൂർ വാദവും അതേ തുടർന്ന് ദിവാൻ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനത്തിന്റെ പ്രഖ്യാപനവും പുന്നപ്ര വയലാർ സമരത്തിലാണ് കലാശിച്ചത്. 1946 സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ഇടതുപക്ഷവും സോഷ്യലിസ്റ്റ് പാർട്ടിയും ശക്തമായി എതിർത്തു. 1946 സെപ്റ്റംബർ 24 ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും തൊഴിലാളികൾ പണിമുടക്കി. ഇതോടെ ഒക്ടോബർ 1 ദിവാൻ CP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ട്രേഡ് യൂണിയനുകളെയും നിരോധിച്ചു. പൊതുപണിമുടക്കിന്റെ ഭാഗമായി പുന്നപ്ര, വയലാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സമരാനുകൂലികളും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടുണ്ടായി. അതിന്റെ ഫലമായി വെടിവയ്പുണ്ടായി. അങ്ങനെ അനവധി പേർ കൊല്ലപ്പെട്ടു. ഈ ദുരന്ത വാർത്ത രാജ്യം മുഴുവൻ പ്രചരിച്ചതോടെ പൊതുജനാഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവാൻ ഭരണം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതിനിടെ ദിവാൻ CP രാമസ്വാമി അയ്യർക്കെതിരെ ഒരു വധശ്രമവും നടന്നു. ഇതോടെ ദിവാൻ രാജിവെക്കുകയും ചെയ്തു. MN ഗോവിന്ദൻ നായർ, KC ജോർജ് പത്രോസ്, കുമാരപ്പണിക്കർ, TV തോമസ് തുടങ്ങിയവരായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പുന്നപ്ര വയലാർ സമരം നടന്നത്? സ്വതന്ത്ര തിരുവിതാംകൂർ വാദവും അതേ തുടർന്ന് ദിവാൻ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനത്തിന്റെ പ്രഖ്യാപനവുമാണ് പുന്നപ്ര വയലാർ സമരത്തിൽ കലാശിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് നോക്കാം. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? പുന്നപ്ര വയലാർ പ്രക്ഷോഭമാണ്. അപ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? പുന്നപ്ര വയലാർ പ്രക്ഷോഭം. തിരുവിതാംകൂറിനെ സ്വതന്ത്രമാക്കി അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം വിഭാവനം ചെയ്ത ദിവാൻ ആരാണ്? CP രാമസ്വാമി അയ്യരാണ്. അപ്പോൾ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. തിരുവിതാംകൂറിനെ സ്വതന്ത്രമാക്കി അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം വിഭാവനം ചെയ്ത ദിവാൻ ആരാണ്? സർ CP രാമസ്വാമി അയ്യരാണ്. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? K ശങ്കരനാരായണൻ തമ്പി, CK കുമാരപ്പണിക്കർ, TV തോമസ്, പത്രോസ്, സുഗതൻ എന്നിവരായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയവര്. ആരൊക്കെയാണ്? K ശങ്കരനാരായണൻ തമ്പി, CK കുമാരപ്പണിക്കർ, TV തോമസ്, പത്രോസ്, സുഗതൻ എന്നിവരാണ് പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയവര്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ പ്രക്ഷോഭവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുന്നപ്ര വയലാർ സമരത്തിന് കാരണം എന്തായിരുന്നു? അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരമാണ് പുന്നപ്ര വയലാർ സമരത്തിന് കാരണം. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ. അപ്പോൾ സർ CP രാമസ്വാമി അയ്യരാണ് പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂറിലെ ദിവാൻ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. അപ്പോൾ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ല. പുന്നപ്ര വയലാർ ഭരണകാലത്തെ തിരുവിതാംകൂർ രാജാവാരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളാണ്. അപ്പോൾ പുന്നപ്ര വയലാർ സംഭവം ഉണ്ടായ സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂറിലെ രാജാവ്? ശ്രീ ചിത്തിര തിരുനാളാണ്. പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? VS അച്യുതാനന്ദനാണ്. അപ്പോൾ പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അപ്പോൾ പുന്നപ്ര വയലാർ സമരത്തിന്റെ മറ്റൊരു പേരെന്താണ്? തുലാം 10 സമരം. അപ്പോൾ തുലാം 10 സമരം എന്നറിയപ്പെടുന്ന ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്.
പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. പുന്നപ്ര വയലാർ സമരം നടന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. അന്നത്തെ ഭരണാധികാരി ആരായിരുന്നു? തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്ര തിരുനാളായിരുന്നു തിരുവിതാംകൂറിലെ രാജാവ്. പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദനാണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ മറ്റൊരു പേരെന്താണ്? തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? ആലപ്പുഴയിലാണ്. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച കൃതിയാണ് തലയോട്. അപ്പോൾ തലയോട് എന്ന കൃതി ആരാണ് രചിച്ചത്? തകഴി ശിവശങ്കരപിള്ളയാണ്. എന്താണ് പശ്ചാത്തലം? പുന്നപ്ര വയലാർ സമരമാണ്. അപ്പോൾ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച കൃതി ഏതാണ്? തലയോട്. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി P. ഭാസ്കരൻ രചിച്ച കൃതിയാണ് വയലാർ ഗർജിക്കുന്നു. അപ്പോൾ വയലാർ ഗർജിക്കുന്നു എന്ന കൃതി രചിച്ചത് ആരാണ്? P. ഭാസ്കരനാണ്. പുന്നപ്ര വയലാർ സമരമാണ് ഇതിലെയും പശ്ചാത്തലം. അപ്പോൾ ഉഷ്ണരാശി എന്ന കൃതി രചിച്ചത് ആരാണ്? KV മോഹൻകുമാർ ആണ്. അപ്പോൾ KV മോഹൻകുമാറിന്റെ കൃതിയാണ് ഉഷ്ണരാശി. അവിടെയും പശ്ചാത്തലം എന്താണ്? പുന്നപ്ര വയലാർ സമരമാണ്. അപ്പോൾ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി KV മോഹൻകുമാറിന്റെ കൃതിയാണ് ഏത്? ഉഷ്ണരാശി. KV മോഹൻകുമാർ രചിച്ച കൃതിയാണ് ഉഷ്ണരാശി. പശ്ചാത്തലം പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി P. ഭാസ്കരൻ രചിച്ച കൃതിയാണ് വയലാർ ഗർജിക്കുന്നു. തലയോട് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? തകഴി ശിവശങ്കരപിള്ളയാണ്. അവിടെയും പശ്ചാത്തലം എന്താണ്? പുന്നപ്ര വയലാർ സമരമാണ് അവിടെയും പശ്ചാത്തലം. അപ്പോൾ ഉലക്ക ആരുടെ കൃതിയാണ്? അതും P. കേശവദേവിന്റെ കൃതിയാണ്. ഉലക്ക ആരുടെ കൃതിയാണ്? P. കേശവദേവ്. P. കേശവദേവിന്റെ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി രചിച്ച കൃതിയാണ് ഏത്? ഉലക്ക. പുന്നപ്ര വയലാർ പ്രക്ഷോഭം പശ്ചാത്തലമാക്കി K. സുരേന്ദ്രൻ രചിച്ച കൃതി ഏതാണ്? പതാക. K. സുരേന്ദ്രൻ രചിച്ച കൃതി ഏതാണ്? പതാക. അപ്പോൾ പുന്നപ്ര വയലാർ പ്രക്ഷോഭം പശ്ചാത്തലമാക്കി K. സുരേന്ദ്രൻ രചിച്ച കൃതി ഏതാണ്? പതാകയാണ്. ഉലക്ക ആരുടേതാണ്? P. കേശവദേവ്. അവിടെയും പശ്ചാത്തലം എന്താണ്? പുന്നപ്ര വയലാർ സമരമാണ്. പിന്നെ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ളയുടെ കൃതി ഏതാണ്? തലയോട്. വയലാർ ഗർജിക്കുന്നു എന്നുള്ളത് P. ഭാസ്കരന്റെ രചനയാണ്. അതും പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിയാണ്. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി ഉഷ്ണരാശി എന്ന കൃതി രചിച്ചതാരാണ്? KV മോഹൻകുമാർ ആണ്. അപ്പോൾ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴയിലാണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ മറ്റൊരു പേരെന്താണ്? തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നു. പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദനാണ്. പുന്നപ്ര വയലാർ ഭരണകാലത്തെ പുന്നപ്ര വയലാർ സമരസമയത്തെ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്ര തിരുനാളാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? സർ CP രാമസ്വാമി അയ്യരാണ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരമാണ് പുന്നപ്ര വയലാർ സമരത്തിന് കാരണമായത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പുന്നപ്ര വയലാർ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിനും എതിരെ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണേത്? പുന്നപ്ര വയലാർ പ്രക്ഷോഭം. തിരുവിതാംകൂറിനെ സ്വതന്ത്രമാക്കി അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം വിഭാവനം ചെയ്ത ദിവാൻ ആരാണ്? സർ CP രാമസ്വാമി അയ്യരാണ്. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? K. ശങ്കരനാരായൺ തമ്പി, C.K. കുമാരപ്പണിക്കർ, T.V. തോമസ്, പത്രോസ്, സുഗതൻ എന്നിവരാണ് പുന്നപ്ര വയലാർ സമരത്തിലെ പ്രധാന നേതാക്കൾ. അപ്പൊ അടുത്ത സമരമാണ് കരിവെള്ളൂർ സമരം. ഇനി കരിവെള്ളൂർ സമരം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. കേരളത്തിലെ കരിവെള്ളൂരിൽ 1946 ജന്മിവ്യവസ്ഥയ്ക്കെതിരെ കർഷക തൊഴിലാളികളും കൈത്തൊഴിലാളികളും നടത്തിയ ഒരു സുപ്രധാന കർഷക സമരമായിരുന്നു കരിവെള്ളൂർ സമരം. അപ്പോൾ കരിവെള്ളൂർ സമരം നടന്നതും എന്നാണ്? 1946 കരിവെള്ളൂർ സമരവും നടന്നത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നടന്ന കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ് മൂലം ഭക്ഷ്യവസ്തുക്കൾ കിട്ടാതെ ജനങ്ങൾ വലഞ്ഞു.
അതുകൂടാതെ തന്നെ കോളറ പിടിപെട്ട് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചിട്ട് കൂടി ചിറക്കൽ കോവിലകത്തെ ജന്മികൾ ഇത്തരം കെടുതികളൊന്നും കണ്ടില്ലെന്ന് വെച്ചു. എന്നാലും കുടിയാന്മാരിൽ നിന്ന് ലഭിക്കേണ്ട പാട്ടവും വരവും ഒന്നും തന്നെ അവർ കുറയ്ക്കാൻ തയ്യാറായില്ല. കൂടാതെ സാധാരണക്കാർ വിളയിച്ച നെല്ല് വാരമായും പാട്ടമായും അക്രമപ്പിരിവുകളായും ചിറക്കൽ രാജാവ് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. അവരുടെ തന്നെ പത്തായത്തിൽ പൂഴ്ത്തി വെക്കുകയും ചെയ്തു. പട്ടിണിയിലായ കർഷകര് നെല്ല് കടത്തരുതെന്നും ന്യായവില സ്റ്റോറിലൂടെ വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ഈ പൂഴ്ത്തിവെപ്പിനെതിരെ അഭിനവ ഭാരത് യുവക് സംഘവും കർഷക സംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് ജനങ്ങളെ സമരസജ്ജരാക്കി. കരിവെള്ളൂരിൽ നിന്ന് ചിറക്കൽ കോവിലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നെല്ല് നേതാക്കൾ തടയുകയും ഗ്രാമനിവാസികൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്തു. എന്നാൽ ചിറക്കൽ തമ്പുരാന്റെ കാര്യസ്ഥർ പോലീസിനെ കൂടാതെ ഗുണ്ടകളെയും MSPയുടെയും പിൻബലത്തിൽ നെല്ല് കടത്താനെത്തി. പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി തോക്കുപയോഗിച്ച് പോലീസ് നിറയൊഴിച്ചു. അതുകൊണ്ട് അങ്ങനെ നിരവധി കർഷകർ വെടിയേൽക്കുകയും മുറിവേൽക്കുകയും ചെയ്തു. നേതാക്കളായ തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പും രക്തസാക്ഷികളാവുകയും ചെയ്തു. അപ്പോൾ അതായിരുന്നു കരിവെള്ളൂർ സമരം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ മലബാറിൽ നടന്ന സമരമാണേത്? കരിവെള്ളൂർ സമരം. അപ്പോൾ എന്താണ് കരിവെള്ളൂർ സമരം? പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ മലബാറിൽ നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചത് ഏതാണ്? കരിവെള്ളൂർ സമരമാണ്. കരിവെള്ളൂർ സമരം നടന്ന വർഷം എന്നാണ്? 1946 ഡിസംബർ 20-നാണ് കരിവെള്ളൂർ സമരം നടന്നത്. അപ്പോൾ എന്നാണ് കരിവെള്ളൂർ സമരം നടന്നത്? 1946 ഡിസംബർ 20-നാണ് കരിവെള്ളൂർ സമരം നടന്നത്. കരിവെള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. അപ്പോൾ കരിവെള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കളാണ് AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ എന്നിവർ. ആരൊക്കെയാണ്? AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ എന്നിവർ കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കളാണ്. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകൾ ഏതൊക്കെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭാരത് യുവക് സംഘവും കർഷക സംഘവുമാണ് കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകൾ. ആരൊക്കെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭാരത് യുവക് സംഘവും കർഷക സംഘവുമാണ് കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകള്. കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ ആരൊക്കെയാണ്? തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുമാണ്. അപ്പോൾ കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ ആരൊക്കെയാണ്? തിടിൽ കണ്ണൻ, കീനേരി കുഞ്ഞമ്പു. അപ്പോൾ കീനേരി കുഞ്ഞമ്പുവും തിടിൽ കണ്ണനും ഏത് സമരത്തിലെ രക്തസാക്ഷികളായിരുന്നു? കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷികളായിരുന്നു തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുവും. കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്ന ആരാണ്? K ദേവയാനിയാണ്. അപ്പോൾ കരിവെള്ളൂർ സമരനായിക ആരാണ്? K ദേവയാനി. K ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. അപ്പോൾ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ ആത്മകഥയാണ്? K ദേവയാനിയുടെ ആത്മകഥയാണ്. അപ്പോൾ കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്ന ആരെയാണ്? K ദേവയാനിയാണ്. K ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. അപ്പോൾ കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ ആരൊക്കെയാണ്? തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുവുമാണ് കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ. കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് K ദേവയാനിയാണ്. K ദേവയാനിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകൾ ഏതൊക്കെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭാരത് യുവക് സംഘവും കർഷക സംഘവുമാണ് കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകൾ. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കൾ ആരൊക്കെയാണ്? AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ എന്നിവരാണ് കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കൾ. കരിവെള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂരിലാണ് കരിവെള്ളൂര്. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946 ഡിസംബർ 20. പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ മലബാറിൽ നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചത് ഏതാണ്? കരിവെള്ളൂർ സമരമാണ്. നമുക്കിനി അടുത്ത കലാപത്തെ കുറിച്ച് പഠിക്കാം. കുട്ടംകുളം സമരം. അപ്പോൾ കുട്ടംകുളം സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. കുട്ടംകുളം സമരവും നടന്നത് 1946-ലാണ്. തൃശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്തു കൂടിയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്ന് 1946 നടന്ന സമരമാണ് കുട്ടംകുളം സമരം. കുട്ടംകുളം സമരം വഴിനടക്കൽ സമരമെന്നും അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ടും പഴയ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനം വിലക്കിയിരുന്നു.
അങ്ങനെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെയാണ് അക്കാലത്ത് തീണ്ടൽ പാലിച്ചിരുന്നത്. ക്ഷേത്ര പരിസരത്ത് മജിസ്ട്രേറ്റിന്റെ തീണ്ടൽ ബോർഡും സ്ഥാപിച്ചു. അങ്ങനെ തീണ്ടൽ ബോർഡ് മാറ്റിക്കിട്ടുവാനും ക്ഷേത്രത്തിന് മുൻവശമുള്ള നടപ്പാത അവർണർക്കായി തുറന്നു കിട്ടുവാനുമായിരുന്നു ഈ സമരം പ്രധാനമായും സംഘടിപ്പിച്ചത്. MK കാട്ടുപറമ്പന്റെ നേതൃത്വത്തിൽ 25ഓളം പേര് കുട്ടംകുള റോഡിൽ കയറുവാൻ ചാലക്കുടിയിൽ നിന്ന് പുറപ്പെടുകയും നഗരാതിർത്തിയിൽ പോലീസ് അവരെ തടയുകയും ചെയ്തു. തുടർന്ന് നടന്ന ചർച്ചയിൽ ക്ഷേത്രപ്രവേശക കർമ്മസമിതി സമരം ഏറ്റെടുക്കുമെന്ന വ്യവസ്ഥയിൽ ജാഥ പിരിച്ചുവിട്ടു. എന്നാൽ ജൂൺ 23-ന് അയ്യങ്കാവ് മൈതാനത്ത് ചേർന്ന സഞ്ചാര സ്വാതന്ത്ര്യ പ്രഖ്യാപന സമ്മേളനത്തെ തുടർന്ന് കുട്ടംകുള റോഡിലേക്ക് നൂറുകണക്കിന് സമരഭടന്മാർ എത്തി. പി ഗംഗാധരൻ, KV ഉണ്ണി തുടങ്ങിയ സമര നായകരുടെ നേതൃത്വത്തിൽ നടന്ന ജാഥ കുട്ടംകുള റോഡിന് സമീപത്ത് വെച്ച് പോലീസ് തടയുകയും ജാഥാംഗങ്ങളെ പോലീസ് ഭീകരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇതാണ് കുട്ടംകുള സമരം. അപ്പോൾ കുട്ടംകുള സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്ത് കൂടിയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന സമരമാണേത്? കുട്ടൻകുളം സമരം. കുട്ടൻകുള സമരം നടന്ന വർഷം എന്നാണ്? 1946-ലാണ് കുട്ടംകുള സമരം നടന്നത്. കുട്ടംകുള സമരത്തിന്റെ മറ്റൊരു പേരെന്താണ്? വഴിനടക്കൽ സമരം എന്നാണ്. കുട്ടംകുള സമരത്തിലെ പ്രധാന നേതാവാണ് കാട്ടുപറമ്പൻ. അപ്പോൾ ഇരിങ്ങാലക്കുട തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്ത് കൂടിയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന സമരം ഏതാണ്? അതാണ് കുട്ടംകുളം സമരം. കുട്ടംകുള സമരം എന്താണ്? ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്ത് കൂടിയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന സമരമാണേത്? കുട്ടംകുളം സമരം. കുട്ടംകുളം സമരം നടന്ന വർഷം എന്നാണ്? 1946-ലാണ്. കുട്ടംകുള സമരത്തിന്റെ മറ്റൊരു പേരെന്താണ്? വഴിനടക്കൽ സമരം. അപ്പോൾ വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുട്ടൻകുളം സമരമാണ്. കുട്ടംകുള സമരത്തിലെ പ്രധാന നേതാവാരാണ്? കാട്ടുപറമ്പനാണ്. അപ്പോൾ കുട്ടംകുള സമരത്തിലെ പ്രധാന നേതാവാരായിരുന്നു? കാട്ടുപറമ്പനാണ്. അപ്പോൾ കുട്ടംകുളം സമരം നടന്ന വർഷം എന്നാണ്? 1946-ആണ്. വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? കുട്ടംകുളം സമരമാണ് വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്നത്. കുട്ടംകുള സമരത്തിലെ പ്രധാന നേതാവാരായിരുന്നു? കാട്ടുപറമ്പനാണ് പ്രധാന നേതാവ്. അതിൽ സമര നായകന്മാർ ആരൊക്കെയാണ്? കാട്ടുപറമ്പന്, PC കറുമ്പ, KV ഉണ്ണി, P ഗംഗാധരൻ, PK ചാത്തൻ മാസ്റ്റർ, PK കുമാരൻ മാസ്റ്റർ തുടങ്ങിയവരായിരുന്നു കുട്ടംകുള സമരത്തിലെ പ്രധാന സമര നായകര്. കുട്ടംകുള സമരം നയിച്ചത് ആരാണ്? PK ചാത്തൻ മാസ്റ്ററാണ്. കുട്ടംകുള സമരം നയിച്ചത് ആരാണ്? PK ചാത്തൻ മാസ്റ്ററാണ് കുട്ടംകുളം സമരം നയിച്ചത്. അപ്പോൾ കുട്ടംകുളം സമരത്തിലെ സമരനായകർ ആരൊക്കെയാണ്? കാട്ടുപറമ്പൻ, PC കറുമ്പ, KV ഉണ്ണി, P ഗംഗാധരൻ, PK ചാത്തൻ മാസ്റ്റർ, PK കുമാരൻ മാസ്റ്റർ എന്നിവരായിരുന്നു കുട്ടംകുളം സമര നായകർ. കുട്ടംകുളം സമരം നയിച്ചത് ആരാണ്? PK ചാത്തൻ മാസ്റ്ററാണ് കുട്ടംകുളം സമരം നയിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്ത് കൂടിയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണേത്? കുട്ടംകുളം സമരം. കുട്ടംകുള സമരം നടന്നതും 1946-ലാണ്. വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്നു. കുട്ടംകുള സമരത്തിലെ പ്രധാന നേതാവാരായിരുന്നു? കാട്ടുപറമ്പനായിരുന്നു. ഇനി അടുത്ത് നമുക്ക് തോൽവിറക് സമരമാണ്. അപ്പോൾ തോൽവിറക് സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. തോൽവിറക് സമരവും നടന്നത് 1946-ലാണ്. തോൽവിറക് സമരവും നടന്നത്. അപ്പോൾ 1946 നവംബറിൽ ചീമേനി എസ്റ്റേറ്റിൽ ആരംഭിച്ച തോൽവിറക് സമരം സ്ത്രീകൾ നയിച്ച പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നായിരുന്നു. ജന്മി കുടുംബത്തിൽ നിന്നും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വന്ന T സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നയാളുടേതായിരുന്നു താഴേക്കാട് മനയ്ക്ക് കീഴിലായിരുന്നു ചീമേനി ഉൾപ്പെടുന്ന പ്രദേശം. അങ്ങനെ കർഷക സ്ത്രീകൾ ചീമേനിക്കാട്ടിൽ നിന്നുമായിരുന്നു വിറകും തോലും പുരമേയുള്ള പുല്ലും മറ്റും ശേഖരിച്ചിരുന്നത്. അടുപ്പ് കത്തിക്കാനും മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാനും ഒക്കെ ഏക ആശ്രമം ഈ ചീമേനി എസ്റ്റേറ്റ് ആയിരുന്നു. അതിനിടെ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഈ എസ്റ്റേറ്റ് ജോൺ കൊട്ടുകാപ്പള്ളി എന്നയാൾക്ക് കൈമാറി. അപ്പോൾ ഇങ്ങനെ ഈ കാട്ടുമൃഗങ്ങൾ ശേഖരിക്കുന്നതിന് അദ്ദേഹം വിലക്ക് ഏർപ്പെടുത്തി. അങ്ങനെ ചീമേനിക്കാടിനെ ആശ്രയിച്ചിരുന്ന സ്ത്രീകൾക്ക് ഇത് അവകാശ ലംഘനമായി അനുഭവപ്പെടുകയും ഇതിനെതിരെ അവർ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ T സുബ്രഹ്മണ്യൻ അദ്ദേഹം ഇതിൽ പങ്കെടുത്തില്ല. പകരം അദ്ദേഹത്തിന്റെ ഭാര്യ കാർത്യായനിയമ്മയാണ് ആളുകളെ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയത്. KA കേരളീയൻ എഴുതിയ തോലും വിറകും ഞങ്ങളെടുക്കും, കാലൻ വന്നു തടുത്താലും എന്ന വരികൾ മുദ്രാവാക്യമാക്കി മാറ്റി. 1946-ൽ 100-ലേറെ സ്ത്രീകൾ സംഘടിച്ച് ചീമേനി എസ്റ്റേറ്റിലേക്ക് പ്രതിഷേധ ജാഥ നടത്തി. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും തോലിനും വിറകിനുമുള്ള അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ ഇവർ സമരത്തിൽ നിന്നും പിന്മാറിയില്ല.
തോൽവിറക് സമരം എന്ന് ഈ പ്രതിഷേധം അറിയപ്പെടുന്നു. അപ്പോൾ തോലിനും വിറകിനും വേണ്ടിയിട്ട് അവർ പ്രതിഷേധിച്ചതാണ്. കർഷക സ്ത്രീകളാണ് ഇത് നയിച്ചത്. ആ സമരമാണ് തോൽവിറക് സമരം എന്നറിയപ്പെടുന്നത്. ഇത് സംഭവം നടന്നതും 1946 1946 നവംബർ 15 തോൽവിറക് സമരം നടന്നത്. അപ്പോൾ തോലിനും വിറകിനുമുള്ള അവകാശത്തിനായി കർഷക സ്ത്രീകൾ നയിച്ച സമരം ഏതാണ്? തോൽവിറക് സമരമാണ്. അപ്പോൾ തോലിനും വിറകിനുമുള്ള അവകാശത്തിനായി കർഷക സ്ത്രീകൾ നയിച്ച സമരം തോൽവിറക് സമരം. തോൽവിറക് സമരം നടന്ന വർഷം എന്നാണ്? 1946 നവംബർ 15 തോൽവിറക് സമരം നടന്നത്. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. അപ്പോൾ തോൽവിറക് സമരം നടന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് കർഷക സംഘം. അപ്പോൾ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? കർഷക സംഘമാണ്. സമരം നടന്ന ചീമേനി എസ്റ്റേറ്റിന്റെ ആദ്യത്തെ ജന്മി ആരായിരുന്നു? ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. അപ്പോൾ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് സമരം നടന്ന ചീമേനി എസ്റ്റേറ്റിന്റെ ആദ്യത്തെ ജന്മി. തോൽവിറക് സമരം സംഘടിപ്പിച്ചത് ഏത് എസ്റ്റേറ്റ് ജന്മിക്കെതിരെയായിരുന്നു? ജോൺ കൊട്ടുകാപ്പള്ളി എന്ന എസ്റ്റേറ്റ് ജന്മിക്കെതിരെയായിരുന്നു തോൽവിറക് സമരം സംഘടിപ്പിച്ചത്. അപ്പോൾ സമരം നടന്ന ചീമേനി എസ്റ്റേറ്റിന്റെ ആദ്യത്തെ ജന്മി എന്ന് പറയുന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അദ്ദേഹം ഈ എസ്റ്റേറ്റ് ജോൺ കൊട്ടുകാപ്പള്ളിക്ക് നൽകി. അങ്ങനെ തോൽവിറക് സമരം സംഘടിപ്പിച്ചത് ഏത് എസ്റ്റേറ്റ് ജന്മിക്കെതിരെയായിരുന്നു? ജോൺ കൊട്ടുകാപ്പള്ളി എന്ന എസ്റ്റേറ്റ് ജന്മിക്കെതിരെയായിരുന്നു. തോൽവിറക് സമര നായിക ആരാണ്? കാർത്യായനി അമ്മയാണ് തോൽവിറക് സമര നായിക. അപ്പോൾ തോൽവിറക് സമര നായിക ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കാർത്യായനി അമ്മ. തോൽവിറക് സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ്? തോലും വിറകും ഞങ്ങൾ എടുക്കും, കാലൻ വന്നു തടുത്താലും. എന്താണ്? തോലും വിറകും ഞങ്ങൾ എടുക്കും, കാലൻ വന്നു തടുത്താലും എന്ന മുദ്രാവാക്യമാണ് തോൽവിറക് സമരത്തിന്റെ മുദ്രാവാക്യം. തോൽവിറക് സമരത്തിന്റെ മുദ്രാവാക്യമായി മാറിയത് ഏത് കവിയുടെ വരികളാണ്? KN കേരളീയന്റെ വരികളാണ്. ഏത്? തോലും വിറകും ഞങ്ങൾ എടുക്കും, കാലൻ വന്നു തടുത്താലും എന്ന വരികൾ ആരുടെ വരികളാണ്? KA കേരളീയന്റെ വരികളാണ് ഇവ. അപ്പോൾ തോൽവിറക് സമരത്തിന്റെ മുദ്രാവാക്യമായി മാറിയത് ഏത് കവിയുടെ വരികളാണ്? KA കേരളീയന്റെ വരികളാണ്. തോൽവിറക് സമരത്തിന്റെ മുദ്രാവാക്യമായി മാറിയത് ഏത് കവിയുടെ വരികളാണെന്ന് ചോദിച്ചാൽ ഏത് കവിയുടെ വരികളാണ്? KA കേരളീയൻ. തോൽവിറക് സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ്? തോലും വിറകും ഞങ്ങളെടുക്കും, കാലൻ വന്നു തടുത്താലും. തോൽവിറക് സമര നായിക ആരാണ്? കാർത്യായനി അമ്മ. തോൽവിറക് സമരം സംഘടിപ്പിച്ചത് ഏത് എസ്റ്റേറ്റ് ജന്മിക്കെതിരെയായിരുന്നു? ജോൺ കൊട്ടുകാപ്പള്ളി എന്ന എസ്റ്റേറ്റ് ജന്മിക്കെതിരെയാണ്. സമരം നടന്ന ചീമേനി എസ്റ്റേറ്റിന്റെ ആദ്യത്തെ ജന്മി ആരാണ്? ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. തോലിനും വിറകിനുമുള്ള അവകാശത്തിനായി കർഷക സ്ത്രീകൾ നയിച്ച സമരം ഏതാണ്? തോൽവിറക് സമരമാണ്. 1946 നവംബർ 15 സമരം നടന്നത്. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. കർഷക സംഘമാണ് ഈ സംഘടനയാണ് കർഷക സംഘം എന്ന സംഘടനയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. നമ്മൾ ഈ പഠിച്ച 4 കലാപങ്ങളും 1946 നടന്നത്. ഈ 4 കലാപങ്ങളും നടന്നതെന്നാണ് 1946. ഏതൊക്കെ കലാപങ്ങളാണ് നമ്മൾ പഠിച്ചത്? തോൽവിറക് സമരം പഠിച്ചു, പിന്നെ ഏതാണ്? കുട്ടംകുളം സമരം പഠിച്ചു, കരിവള്ളൂർ സമരം പഠിച്ചു, പുന്നപ്ര വയലാർ സമരം. അങ്ങനെ 4 കലാപങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പഠിച്ചത്. അപ്പോൾ ഈ 4 കലാപങ്ങളും നടന്നത് എന്നാണ്? 1946 ഈ 4 കലാപങ്ങളും നടന്നത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.